ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേരിൽ അല്ലാഹുവും അവൻ്റെ മലക്കുകളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും ആ മുത്തുനബിയെ ആദരിക്കണം, നിങ്ങളും അവിടുത്തെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയത് പരിശുദ്ധമായ ശഅബാനിലാണ്. ഇന്നല്ലാഹ വ മലായികതഹു യസ്വല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ശഅബാൻ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. മുത്തുനബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നത് ഏറ്റവും പുണ്യമുള്ള ഇബാദത്താണ്. അത് തിരു ഹബീബിനോടുള്ള ആദരവും സ്നേഹപ്രകടനവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം അല്ലാഹു തആല തന്നെ ഉന്നതമാക്കി വളരെ ഉയരങ്ങളിൽ മുത്തുനബിയുടെ മഹത്വത്തെ സ്ഥാപിച്ചിട്ടുണ്ട്. വറഫഅനാ ലക ദിക്റക, നബിയെ അങ്ങയുടെ സ്ഥാനം, അങ്ങയുടെ മഹത്വം ഞാൻ നേരത്തെ തന്നെ ഉന്നതമാക്കി വച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ. ഈ ആയത്ത് വിശദീകരിച്ച് റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മഹാനവറുകൾ വിശദീകരിക്കുന്നത് കാണാം. അല്ലാഹു തആല മുത്തുനബിയോട് പറഞ്ഞത് ലാ ദുക്കിർതു ഇല്ലാ ദുക്കിർത, എൻ്റെ പേര് എവിടെയെല്ലാം പറയപ്പെടുന്നുവോ അവിടെയെല്ലാം നിങ്ങളുടെ പേരും നിങ്ങളെക്കുറിച്ചും അനുസ്മരിക്കപ്പെടുന്നുണ്ട്. ലാ ദുക്കിർതു ഇല്ലാ ദുക്കിർത മഈ. ബാങ്കിൽ നോക്കിയാൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് ശേഷം അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരാൾ മുസ്ലിമാവാൻ ചൊല്ലേണ്ട ഷഹാദത്ത് കലിമ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ അവൻ മുസ്ലിമാകുന്നില്ല. മറിച്ച് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ മാത്രമേ അവൻ മുസ്ലിമാകുന്നുള്ളൂ. അല്ലാഹുവിൻ്റെ മുമ്പിൽ നടത്തുന്ന മുനാജാത്താകുന്ന നിസ്കാരം, ആ നിസ്കാരത്തിൽ പോലും മുത്തുനബിയെ പറയാതെ അത് സ്വീകരിക്കപ്പെടുകയില്ല. അത്തഹിയ്യാത്തു ലില്ലാഹ്, അല്ലാഹുവിനെ പറയുന്നു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും പരാമർശിക്കപ്പെടുന്നു. അതാണ് ലാ ദുക്കിർതു ഇല്ലാ ദുക്കിർത മഈ. എൻ്റെ പേര് എവിടെയെല്ലാം പരാമർശിക്കപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം നിങ്ങളും അനുസ്മരിപ്പിക്കപ്പെടും. അതാണ് വറഫഅനാ ലക ദിക്റക, അങ്ങയുടെ മഹത്വം ഞാൻ നേരത്തെ ഉന്നതമാക്കി വച്ചിട്ടുണ്ട് നബിയെ. ആ മഹത്വത്തെ നാം പരിഗണിക്കുകയാണ് സ്വലാത്തിലൂടെ. ആ മഹത്വത്തെ, ആ ഔന്നിത്യത്തെ, അല്ലാഹു ഉന്നതമാക്കി വെച്ച മുത്തുനബിയുടെ മഹത്വം, ആ മഹത്വത്തെ പരിഗണിക്കുകയും അവിടത്തെ ആദരിക്കുകയും
അവിടത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യലാണ് നബി തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ. കാരണം ഇങ്ങനെ ഒരു അമല് ഞാനും എൻ്റെ മലക്കുകളും നിസ്കരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഞാനും എൻ്റെ മലക്കുകളും നോമ്പെടുക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ആദം നബി അലിഹിസ്സലാമിനോട് സുജൂദ് ചെയ്യാൻ മലക്കുകളോടാണ് അല്ലാഹു തആല കൽപ്പിച്ചത്. അതേസമയം മുത്തുനബി തങ്ങളുടെ മേലിൽ ഞാനും അത് ചെയ്യുന്നുണ്ട്, മലക്കുകളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, നിങ്ങളും അത് ചെയ്യണം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അത്രമാത്രം മുത്തുനബിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചു. വളമ്മൽ ഇലാഹു സ്മൻ നബി ഇലസ്മിഹി ഇദാ ഖാല ഫിൽ ഖംസിൽ മുഅദ്ദിനു അശ്ഹദു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ എവിടെയെല്ലാം പരാമർശിക്കുന്നുണ്ടോ അവിടെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും പരാമർശിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു മോതിരം ഉണ്ടാക്കി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അല്ലാഹ് എന്ന പേര് ഉല്ലേഖനം ചെയ്ത് അതൊരു സീലായി ഉപയോഗിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ചെന്ന് അല്ലാഹ് എന്ന ആ ലഫ്ലിൻ്റെ കൂടെ മുഹമ്മദ് എന്ന പേരും കൂടി ചേർക്കാൻ പറഞ്ഞു. കാരണം ലാ ദുക്കിർതു ഇല്ലാ ദുക്കിർത മഈ എന്ന അല്ലാഹുവിൻ്റെ പ്രഖ്യാപനമാണ്. അല്ലാഹുവിൻ്റെ പേരെവിടെയുണ്ടോ അവിടെയെല്ലാം മുത്തുനബിയുടെ പേരും അവിടെ ഉണ്ടാവണം എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചപ്പോൾ ആ ആദരവോടെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിന് ഓർഡർ കൊടുത്തു. മോതിരവുമായി മുത്തുനബിയുടെ കയ്യിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് വായിച്ചു നോക്കുമ്പോൾ അതിൽ അല്ലാഹു, മുഹമ്മദ്, അബൂബക്കർ എന്നീ 3 പേരുകൾ അതിൽ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് വായിച്ചപ്പോൾ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, അല്ലാഹുവിൻ്റെ പേരിൻ്റെ കൂടെ അങ്ങയുടെ പേര് ചേർക്കാതെ ഈ അബൂബക്കറിന് അതുണ്ടാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ആ പേര്, നിങ്ങളുടെ പേര് ചേർത്തിയത് ഞാനാണ്, എൻ്റെ പേര് ചേർത്തിയത് ആരാണെന്ന് എനിക്കറിയില്ല. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയേ, അങ്ങയുടെ പേരിനെ, മുത്തുനബിയുടെ പേരിനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആദരിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ പേരിൻ്റെ കൂടെ ചേർത്തപ്പോൾ ആ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ പേരിനെ അല്ലാഹു തആല ബഹുമാനിക്കാൻ വേണ്ടി എന്നോട് എഴുതാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാനാണ് അബൂബക്കർ എന്ന പേര് എഴുതി വച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറഞ്ഞു. വറഫഅനാ ലക ദിക്റക്. അതാണ് സ്വലാത്ത്. ആ ഔന്നിത്യം, ആ മഹത്വം, അത് മുത്തുനബിക്ക് വെച്ചു കൊടുക്കലാണ് ഈ സ്വലാത്തിൻ്റെ മഹത്വം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ശഅബാൻ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കണം. പരിശുദ്ധമായ ബറാഅത്ത് രാവ് മുന്നിൽ വരുന്നു. പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടന്നു വരുന്നു. നമ്മുടെ ഖൽബും ശരീരവും മനസ്സുമെല്ലാം ക്ലിയർ ചെയ്ത് അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ച് ധാരാളം സുന്നത്തുകളും മറ്റും ജീവിതത്തിൽ പകർത്തി റമദാനിലേക്ക് നമ്മൾ ഒരുങ്ങണം.